രാഷ്ട്രീയം സംസാരിക്കാനില്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് ഫാസിസമാണെന്നുള്ളത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ പറ്റിയ ഒരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസംഗത്തിനിടയിൽ നടി തൃഷയെ കുറിച്ച് ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞ് കൃത്യമായി അപമാനിക്കുന്നുണ്ട്. തൃഷയുടെ പേരൊന്നും അവിടെ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ള സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ദ്വയാർത്ഥ ഇതാണ്, ഡബിൾ മീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും മറ്റും. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ കാവേരി പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു ഉദയനിധി സ്റ്റാലിൻ അവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കാവേരി പ്രശ്നത്തിൽ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നമൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ കണ്ടുവരുന്നതാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഇതായിരുന്നു, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു സ്ഥാനം വെച്ച് അദ്ദേഹം അതിനെതിരെ സംസാരിക്കുകയാണ്. TVKക്കും മുഖ്യമന്ത്രി വിജയ്ക്കുമെതിരെയൊക്കെ സംസാരിക്കുകയായിരുന്നു. അന്നേരമാണ് അദ്ദേഹം പറയുന്നത്, വിജയ്ക്കാണെങ്കിൽ മറ്റൊരു കാര്യത്തിലാണ് ശ്രദ്ധ, അതായത് കള്ളക്കേസ് കുടുക്കിയ ആൾക്കാരെ അകത്തിടക്കമാണ്, DMK പ്രവർത്തകരെ അകത്തിടാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞു വന്നിരുന്നപ്പോൾ അവിടെ മറ്റുള്ള അണികൾ എപ്പോഴാണ് തൃഷ എന്ന് പറഞ്ഞിരുന്നതും അദ്ദേഹം മറ്റൊരു രീതിയിലുള്ള ആ ഒരു അർത്ഥത്തെ, ആ ഒരു കാവേരി പ്രശ്നം അല്ലെങ്കിൽ ആ വെള്ളം വരുന്നതിന്റെ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ ഈ ഒരു സദസ്സിലിരുന്ന് പറയാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികെട്ട ഒരു പരാമർശമാണ് അവിടെ നടത്തി. അത് കേട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവിടെ നിന്ന് തൃഷ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം അത് എടുത്ത് കൗണ്ടർ അടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ കാവേരിയാണ് ഉദ്ദേശിച്ചത്. അത് എന്നിട്ടും അദ്ദേഹം ചിരിക്കുന്നുണ്ട് അവിടെ. ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും അതെന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന്. നമുക്കറിയാം, ഇലക്ഷൻ വന്ന സമയം തൊട്ട് തൃഷയ്ക്കും വിജയ്ക്കും എതിരെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് രാഷ്ട്രീയം നോക്കി പോവുക, ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഒരു മറ്റൊരാളെ ഒരു വൃത്തികെട്ട രീതിയിൽ ഡബിൾ മീനിങ്ങിന് അവിടെ പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ കേസ് പോകുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ DMK നേതാക്കളെല്ലാം പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ്. ഇപ്പം ഒരു സ്ത്രീ തന്നെ മുന്നോട്ട്, ഒരു കന്നിമൊഴി എന്ന് പറഞ്ഞൊരു നേതാവ്, DMKയുടെ നേതാവ് തന്നെ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയമായിട്ടാണ് പോകുന്നത്. നാളെ ഒരു മന്ത്രിസഭാ യോഗമുണ്ട്, അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു കളി കളിച്ചത് എന്ന്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ആ ഒരു വീഡിയോ, ആ ഒരു പരാമർശം കൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിലായതും അകത്ത് പോയതുമൊക്കെ. അവിടെ രാഷ്ട്രീയം പറയാം, പക്ഷെ അതൊരു കടന്നു പോകരുതെന്നേ ഞാൻ പറയുന്നു. അത് മാത്രമല്ല, ഞാൻ തന്നെ പലതും കണ്ടിട്ടുണ്ട്. ഈ ഇപ്പോൾ നടി തൃഷ, ഇവിടെ നമ്മൾ പലതും കണ്ട കുറെ ഫോട്ടോസൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. വിജയുടെ ബർത്ത്ഡേയുടെ ഒന്ന് വിജയും തൃഷയും കൂടെ കേക്ക് കുറിക്കുന്നതായിട്ടുള്ള ഫോട്ടോസും അങ്ങനെയുള്ള നിരവധി ഫോട്ടോസൊക്കെ ഇറങ്ങുന്നുണ്ട്. കുറെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള. എന്നെ ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഈ ഇപ്പൊ തൃഷയും വിജയും തമ്മിൽ ഇങ്ങനെ പല പരിപാടിക്കും ഒന്നിച്ച് വരുന്ന ഫോട്ടോസും മറ്റു വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ അണ്ണൻ അണ്ണിയെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെയും അല്ലെങ്കിൽ പോസ്റ്റിന്റെ താഴെയൊക്കെ കമന്റ് വരണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവന്മാർക്ക് ഈ പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ശരിക്കും അത് ഇതിനെ എന്താ പറയാ, നമുക്ക് മറ്റേ അവിഹിതത്തെ ന്യായീകരിക്കുന്ന പരിപാടി ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും വിജയ് തൃഷ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അദ്ദേഹം ഡിവോഴ്സ്ഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചിട്ട് അത് നമ്മുടെ കാര്യമല്ല. ഇപ്പോൾ അദ്ദേഹം ഒരു വ്യക്തി, ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഈ അവിഹിതത്തെ തൃഷയും വിജയാണ് ചേരുന്നത്. നമ്മളുടെ വിഷയം അതൊക്കെ ശരിയാണ്. ആ ഒരു വിഷയത്തിൽ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ വിജയ് തൃഷ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഉദയനിധി സ്റ്റാലിൻ ഇവിടെ പറഞ്ഞത് ശരിയാണ്. അവരെന്തൊക്കെയായാലും അവരൊരു സ്ത്രീയാണ്. അപ്പൊ അവരെ അപമാനിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രയും മോശമായ ഒരു കാര്യമാണ്. ഇവിടെ എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. ഈ അണ്ണൻ അണ്ണിയെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇവന്മാരൊക്കെ കൃത്യമായിട്ട് അവിഹിതത്തെ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്, അവിടെ അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്, അല്ലെ? എങ്ങനെയാണ് ഇവർക്കൊക്കെ പറ്റുന്നത് അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അണ്ണൻ അണ്ണിയെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നത്, അതിനൊന്നും എനിക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇവിടെ തൃഷയെ അപമാനിച്ചതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അത്രയും
വൃത്തികെട്ട പരാമർശമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ അതിനു പകരം നിങ്ങൾ വ്യക്തി അധിക്ഷേപമാണ് നടത്തുന്നതെങ്കിൽ ഓർത്തോളൂ, നിങ്ങൾ ഫാസിസ്റ്റാണ്. നിങ്ങൾ ഫാസിസമാണ് സംസാരിക്കുന്നത്, അതിലൊരു സംശയവുമില്ല. ഇവിടെ കൃത്യമായൊരു രാഷ്ട്രീയം വിജയ്ക്കെതിരെ ഇവിടെ DMK അല്ലെങ്കിൽ ഉദയനിധിക്ക് പറയാനില്ല. അപ്പോൾ അവിടെ എന്താ നടത്തുന്നത്? ആൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ ആൾക്കെതിരെ ഇങ്ങനെ ഒരു പറയുകയാണ്, ഇവിടെ DMK നേതാക്കളെ ആക്രമിക്കാനും അറസ്റ്റ് ചെയ്യിക്കാനുമാണ് അദ്ദേഹം നടത്തുന്നത്. അല്ലെങ്കിൽ അവിടെ അടുത്ത അത് ഞാനിവിടെ പറയില്ല, എനിക്ക് ആ പ്രയോഗം ഇവിടെ പറയാൻ പറ്റില്ല, അത്രയും മോശപ്പെട്ട പ്രയോഗം തന്നെയാണ്, അത് നമുക്ക് ഒരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ന്യായീകരണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ വിജയും തൃശയും കൂടെയൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഒരുപാട് പോസ്റ്റുകൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. എന്തൊക്കെയായാലും ചിലപ്പോൾ അവർ തമ്മിലുള്ള എന്ത് റിലേഷനാണ് നമുക്കറിയില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, എന്തും ആവാം. പക്ഷെ അതിനെയൊക്കെ ഇങ്ങനെ വൃത്തികെട്ട അർത്ഥത്തിൽ ന്യായീകരിക്കുന്നതും പബ്ലിക്കായിട്ട് അത് ഒരു പൊതുവേദിയിൽ വെച്ച് അങ്ങനെ പറയുന്നതും ഒക്കെ, എന്നിട്ട് പറയുകയാണ് കാവേരിയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ. ഇതൊക്കെ നമുക്ക് അറിയില്ലല്ലോ, നമ്മളൊക്കെ പൊട്ടനാണല്ലോ, നമുക്കൊന്നും അറിയില്ല, ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇതാണ്. എന്നിട്ട് പറയുകയാണ് അടുത്ത നിയമസഭാ സമ്മേളനം കൂടാതിരിക്കാൻ വേണ്ടി മാറ്റിയതാണെന്ന്. ഇത് പറയുമ്പോൾ ആലോചിക്കണ്ടേ, ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, അല്ലെ? അംഗീകരിക്കില്ല ഒരിക്കലും. അതാണ് ഇവിടെ ഏറ്റവും വലിയ അപകടകരമാവുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്റ്റാലിൻ അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണമായിരുന്നു. എന്നിട്ട് ആ വണ്ടിയിൽ പോകുമ്പോൾ പോലീസ് ആ വണ്ടിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പുള്ളിയുടെ ഒരു ചിരിയുണ്ട്, നമ്മളുടെ ഒരു പൊക്കി ചിരിയുണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. എന്ത് ആ പറഞ്ഞതിനെ അത്രയും പൊക്കി പിടിച്ചാണ്, അല്ലെങ്കിൽ അത് അത്രയും അഭിമാനകരമായ എന്നൊക്കെ പറയുന്ന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മറ്റേ പട്ടുമുളയൊക്കെ കിട്ടിയ ഒരു ആ ഒരു അത്ര അഭിമാനത്തോടെ ഇങ്ങനെ നോക്കി ചിരിച്ചൊക്കെയാണ് പോകുന്നത്. ഒരിക്കലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവരെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിപ്പോൾ കൃത്യമായ നിയമ നടപടി തന്നെ വേണം, അതിലൊരു സംശയമില്ല. എനിക്കൊന്ന് ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇതുകൊണ്ട് തീർന്നത്. കാരണം നമുക്കറിയാം 10 വർഷം കൊണ്ട് തമിഴ്നാട്, അല്ലെങ്കിൽ ഒരു 5-10 വർഷം കൊണ്ട് തമിഴ്നാട് സ്റ്റാലിൻ്റെ കയ്യിലായിരുന്നു, അതായത് ഉദയനിധി സ്റ്റാലിൻ്റെ അച്ഛൻ്റെ കയ്യിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം TVK എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നു, ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിക്കുന്നു, വിജയ് മുന്നോട്ട് വരുന്നു, നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നു. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ വിജയ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് കയ്യടി നേടി, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് കയ്യടി നേടിയ ഒരു സംഭവം TVK കേരളത്തിൽ വരാനുള്ള ഇതൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പം ഉദയനിധിയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിൽ ഇരിക്കുന്നത്. സ്റ്റാലിന് വിജയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്പം ഉദയനിധി സ്റ്റാലിനാണല്ലോ പ്രതിപക്ഷ സ്ഥാനത്ത്. അപ്പം മറ്റൊരു കാര്യവും ഇട്ട് അദ്ദേഹത്തെ പറയാനോ കുറ്റപ്പെടുത്താനോ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പം എല്ലാവരും ഒരു രാഷ്ട്രീയമായിട്ട് DMK മൊത്തം രാഷ്ട്രീയമായിട്ട് തൃശ എന്ന പേര് വലിച്ചിഴച്ചാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഈ ആദ്യമായിട്ടല്ല തൃശയുടെ പേരും പറഞ്ഞ് വിജയെ ഇങ്ങനെ പറയുന്നത്. ഏതോ ഒരു സമ്മേളനത്തിലോ എന്തോ മറ്റോ ഇതുപോലെ പറഞ്ഞിരുന്നതും ഞാൻ കണ്ടിരുന്നു. തിരിച്ചും അങ്ങോട്ടും കൊട്ടുന്നുണ്ട്, ഇങ്ങോട്ടും കൊണ്ടുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ രാഷ്ട്രീയമായി ചെയ്യുക, അതല്ലേ ഏതൊരു പാർട്ടിക്കും വേണ്ടത്. അതാണ് ഞാൻ മനസ്സിലാക്കി. ഇവിടെ വിജയും തൃശയും ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലേ? അതിപ്പോൾ ഇവിടെ ആളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു, തൃശ പോയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നല്ല കാര്യം തന്നെ. അത് അവർ ഫ്രണ്ട്സാണ്, അവർ വിളിച്ചാൽ പോവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒരു വൃത്തികെട്ട പരാമർശത്തിൽ ന്യായീകരിക്കുന്നതൊക്കെ ഒരിക്കലും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഇപ്പോൾ അതും ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന നിസ്സാരമായ ഒരാളല്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഇത്തരം പരാമർശങ്ങളെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതുപോലെ പരാമർശം അല്ലെങ്കിൽ ഇത്തരം ഒരു വാക്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം.